തൃശൂർ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള വിവാദം കേരള രാഷ്ട്രീയത്തിൽ പുതിയ തിരമാലകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് BJP കൃത്രിമമായി വോട്ടർ ലിസ്റ്റിൽ പേരുകൾ ചേർത്തെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സമഗ്രമായ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടത്. മന്ത്രിയുടെ അഭിപ്രായത്തിൽ ഇത്തരം ആരോപണങ്ങൾ സാധാരണ രാഷ്ട്രീയ പരാമർശങ്ങളായി കാണാനാവില്ല, മറിച്ച് ജനാധിപത്യത്തിന്റെ അടിത്തറയെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതിനാൽ സത്യാവസ്ഥ തെളിയിക്കുന്ന വിധത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള അധികാരികൾ നടപടിയെടുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. വി ശിവൻകുട്ടിയുടെ പരാമർശത്തിൽ BJPയുടെ ഭാഗത്തുനിന്ന് നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന കൃത്രിമ വോട്ട് ചേർക്കലാണ് പ്രധാനമായും ചർച്ചയിലെത്തിയത്. LDF നേതാക്കളായ MA ബേബിയും K രാജനു മുമ്പ് ആരോപിച്ചതുപോലെ തൃശൂർ മണ്ഡലത്തിൽ ആയിരക്കണക്കിന് പേരെ തിരഞ്ഞെടുപ്പ് പട്ടികയിൽ അനധികൃതമായി ഉൾപ്പെടുത്തിയെന്നാണ് പറയുന്നത്. വ്യാജവിലാസങ്ങളും കുറഞ്ഞ കാലതാമസ തെളിവുകളും അടിസ്ഥാനമാക്കി വോട്ടർമാരെ ചേർത്തതിലൂടെ BJPക്ക് നേട്ടമുണ്ടാക്കിയെന്നാണ് അവകാശം. ഇതിനെതിരെ BJP സംസ്ഥാന നേതൃത്വം ശക്തമായ പ്രതികരണം പ്രകടിപ്പിച്ചു. നിയമാനുസൃതമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് വോട്ടർമാരെ ചേർത്തതെന്നും ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും അവർ പറഞ്ഞു. ഈ രാഷ്ട്രീയ പോരാട്ടത്തിനിടയിൽ സുരേഷ് ഗോപിയുടെ തിരോധാനം എന്ന ആരോപണം വിവാദത്തിന് കൂടുതൽ നിറം നൽകി. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ നൽകിയ പരാതിയിലാണ് MPയെക്കുറിച്ചുള്ള ആശങ്ക ഉയർന്നത്. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇമെയിൽ മുഖേന നൽകിയ പരാതിയിൽ കേന്ദ്രമന്ത്രിയെ കഴിഞ്ഞ ഒരു മാസത്തിലേറെ കാലമായി പൊതുവേദികളിലോ മണ്ഡലത്തിലോ കാണാനില്ലെന്നായിരുന്നു ആരോപണം. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിനു ശേഷം അദ്ദേഹം പൊതുവേദികളിൽ നിന്ന് അകലുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. ഈ വിഷയം മത നേതാക്കളുടെയും ശ്രദ്ധയിൽപ്പെട്ടു. തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്തിയോസ് മെത്രാപ്പൊലീത്ത സോഷ്യൽ മീഡിയയിൽ നൽകിയ കുറിപ്പിലൂടെ തൃശൂർക്കാർ തിരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ആളെ കാണാനില്ലെന്നും പോലീസിൽ പരാതി നൽകണമെന്ന ആശങ്കയുണ്ടെന്നും പരാമർശിച്ചു. ഈ കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും രാഷ്ട്രീയ വിവാദത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സുരേഷ് ഗോപിയുടെ അഭാവം സംബന്ധിച്ച ആരോപണങ്ങളെക്കുറിച്ച് പ്രതികരിക്കവേ ഒരു കേന്ദ്രമന്ത്രിക്കുള്ള അധികാര ചുമതലകളാണ് മണ്ഡല സന്ദർശനം കുറയ്ക്കാൻ കാരണമായതെന്ന് വ്യക്തമാക്കി. സ്ഥിരമായി ഡൽഹിയിലെ ഔദ്യോഗിക ജോലികളിൽ പങ്കെടുക്കേണ്ട സാഹചര്യം മണ്ഡലത്തിൽ നീണ്ടു നിൽക്കുന്ന അഭാവത്തിന് കാരണമാകാമെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടർ പട്ടിക ക്രമക്കേടും MPയുടെ അഭാവവും തമ്മിൽ നേരിട്ട് ബന്ധമില്ലെങ്കിലും രാഷ്ട്രീയ പ്രതിപക്ഷം ഈ രണ്ട് വിഷയങ്ങളും ഒരുമിച്ച് ഉയർത്തുകയാണ്. LDF നേതാക്കൾ BJP തിരഞ്ഞെടുപ്പ് വിജയം ഉറപ്പാക്കാനായി കൃത്രിമ വോട്ട് ചേർക്കൽ നടത്തിയതും വിജയത്തിനു ശേഷം MP ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതുമാണെന്ന് ആരോപിക്കുന്നു. കോൺഗ്രസ് നേതാക്കളും സമാനമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലും ഇതിന് സാമ്യം കാണാം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് നേതാക്കൾ 2014 മുതൽ BJP നടത്തുന്ന തിരഞ്ഞെടുപ്പ് വിജയം വ്യാപകമായ കൃത്രിമ നടപടികളുടെ ഫലമാണെന്ന് ആരോപിച്ചിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ സംബന്ധിച്ച തെളിവുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തൃശൂരിലെ സാഹചര്യം ഇപ്പോൾ രണ്ട് തലങ്ങളിൽ രാഷ്ട്രീയ ചർച്ചകൾക്കായി മാറിയിരിക്കുകയാണ്. ഒന്നാമതായി വോട്ടർ പട്ടികയിൽ കൃത്രിമ പേരുകൾ ചേർത്തെന്ന ആരോപണം, രണ്ടാമതായി MPയുടെ അഭാവം. ഇരുവരും ചേർന്ന് ജനാധിപത്യ പ്രാതിനിധ്യത്തെയും തിരഞ്ഞെടുപ്പ് വിശ്വാസ്യതയും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ആരോപണങ്ങൾക്കുള്ള അന്വേഷണ ഫലം രാഷ്ട്രീയ നിലപാടുകളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഇടയാക്കാം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമം നടപ്പാക്കുന്ന ഏജൻസികൾ, പൊതുജനങ്ങൾ എല്ലാവരും ഇപ്പോൾ കണ്ണുനട്ട് നോക്കുന്നത് ഈ വിഷയത്തിന്റെ വികസനത്തിലേക്കാണ്. അന്വേഷണങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ വോട്ടർ പട്ടികയിലെ രേഖകളും തിരഞ്ഞെടുപ്പ് സമയത്തെ പ്രവർത്തനങ്ങളും MPയുടെ സാന്നിധ്യ രേഖകളും പ്രധാന തെളിവുകളായി മാറാൻ സാധ്യതയുണ്ട്.